ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് നമ്മളെടുത്തിട്ട് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോനെ വൈറലാക്കിയെടുക്കാം. നമ്മുടെ ചാനലിനെ നല്ല വ്യൂസ് കൊണ്ടുവന്ന് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവറും എന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 മെത്തേഡ് പറയും. ഈ 2 മെത്തേഡ് പോയി നമുക്കത് നല്ല രീതിയിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമുക്ക് വൈറലാക്കിയെടുക്കാനും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡ് നമ്മൾ നമ്മുടെ സ്വന്തം ചാനലിൽ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ നോക്കുക. അതായത് YT സ്റ്റുഡിയോയിൽ കയറി കണ്ടൻറ്റ് നോക്കിയിട്ട് അതിൽ പോപ്പുലർ വീഡിയോസ് നോക്കിയാൽ ആ ഒരു പോപ്പുലർ വീഡിയോസിൽ ആദ്യത്തെ 3 വീഡിയോസ്, അതായത് നല്ല വ്യൂസ് കിട്ടിയ ആദ്യത്തെ 3 വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് നോക്കുക. കാരണം ഈ ഒരു വീഡിയോക്ക് എന്ത് കാരണത്താണ് ഇത്രയധികം വ്യൂസ് വന്നത്, എന്തൊക്കെ കാരണങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇതിൽ വ്യൂസ് വന്നത്, ഇതിൻ്റെ തംബ്നെയിൽ എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ നോക്കി അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ അതുപോലെ അപ്ലോഡ് ചെയ്യാതെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. അതായത് വീണ്ടും ഷൂട്ട് ചെയ്ത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ആ സെയിം മോഡൽ തംബ്നെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മോഡൽ തംബ്നെയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി അത് ആ ഒരു വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം വീണ്ടും അപ്ലോഡ് ചെയ്ത് നോക്കിയാൽ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ വൈറലായി കിട്ടും. കാരണം ഞാൻ ഇതൊന്ന് എൻ്റെ ചാനലിൽ പരീക്ഷിച്ച് നോക്കിയതാണ്. എനിക്കതിന് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് എന്താണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ വീഡിയോയിൽ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്ത് ആ ഒരു വീഡിയോയിലൂടെ നല്ല രീതിയിൽ വ്യൂസ്, ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വൈറലാക്കി നല്ല വ്യൂസ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചെയ്യാം 4000 മണിക്കൂർ എന്നുള്ള ആ ഒരു വാച്ച് അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സെയിം കണ്ടൻറ്റ് ചെയ്യുന്ന മറ്റുള്ളവരുടെ ചാനൽ നോക്കിയിട്ട് അവരുടെ ചാനൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വീഡിയോ നോക്കുക. അതായത് ഇതുപോലെ പോപ്പുലറായിട്ടുള്ള വീഡിയോ നോക്കുക. ആദ്യത്തെ 3 വീഡിയോ അതിൽ ഏറ്റവും വൈറലായിട്ടുള്ള വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഒരു കണ്ടൻറ്റ് നമ്മുടെ സ്റ്റൈലിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. അതായത് അവരുടെ ആ എക്സാക്റ്റ് കോപ്പി നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ സ്റ്റൈലിൽ റീക്രിയേറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ കണ്ടൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് റീക്രിയേറ്റ് ആകും. അപ്പം അത് നമ്മൾ നമ്മുടേതായ രൂപത്തിലുള്ള റീക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നമ്മുടെ ആ ഒരു മോഡൽ തംബ്നെയിലും ആ ഒരു വീഡിയോയിൽ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു മോഡൽ നമ്മളിവിടെ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ അതും നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ വൈറലാക്കാനും നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും നല്ല വ്യൂസും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. ഇതും ഞാൻ എൻ്റെ ചാനൽ ഈ 2 മെത്തേഡും, അതായത് ആദ്യം പറഞ്ഞ മെത്തേഡും രണ്ടാമത് പറഞ്ഞ മെത്തേഡും ഞാൻ എൻ്റെ ചാനലിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലൂടെ എൻ്റെ വീഡിയോസും നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്, എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളോടുമായിട്ട് പങ്കുവെക്കണം. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്കും ചിലപ്പോൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ വിജയിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ പോപ്പുലർ വീഡിയോസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ സെയിം കണ്ടൻറ്റ് ചെയ്യുന്നവരുടെ വീഡിയോസ്, പോപ്പുലർ വീഡിയോസ് നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു പക്ഷേ നമ്മുടെ ചാനൽ ആ ഒരു വീഡിയോസ് നമ്മുടെ ചാനലിലും നല്ല രീതിയിൽ റീച്ചായി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് കിട്ടിയ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കൊണ്ടുവന്നിട്ട് ബൈ.